എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ധന്യനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ആമേൻ താൻ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ അവസാനം അവരോട് പറയുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം എന്ത് ചെയ്യണം? നിറഞ്ഞു വരികയും ചെയ്യണമെന്ന് ദൈവസന്നിധിയിൽ താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഒരു നിറവിന് വേണ്ടി ആമേൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന ദൈവജനത്തിനായി എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഏതു നിറവാണ്? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എഫെസോസിലെ വിശ്വാസികൾക്ക് പൗലോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷക്തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ആമേൻ അവർ നിറയപ്പെടണം. ആമേൻ. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം അവര് നിറഞ്ഞു വരണമെന്ന് ആമേൻ പൗലോസ് ആഗ്രഹിച്ചിട്ട് ആമേൻ പിതാവിന്റെ സന്നിധിയിൽ ആമേൻ തന്റെ ജനത്തിന് വേണ്ടി അവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ആമേൻ നമ്മെ നിറയ്ക്കാൻ കഴിയുന്ന, നമ്മുടെ ശൂന്യതകളെ പരിഹരിക്കാൻ കഴിയുന്ന ആമേൻ ഒരു ദൈവത്തിന്റെ അടുക്കലാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നതെന്ന ബോധ്യം അകത്തുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ്, ഈ കോട്ടേജ് മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് നിറയ്ക്കണമേ, എന്റെ തലമുറകളെ ഒന്ന് നിറയ്ക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവഗീത പ്രകാരം ഒരു നിറവ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളൊക്കെ അല്പനിമിഷങ്ങൾ നമ്മുടെ കരങ്ങളൊന്ന് തട്ടി നമ്മുടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ശൂന്യതയോടെ മടങ്ങ. അവൻ ദൈവം അനുവദിക്കത്തില്ല. സകലത്തെയും നിറയ്ക്കുന്നവൻ ഈ രാത്രി നമ്മെ നിറയ്ക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നാണ് ധന്യനായ പൗലോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവവേദനേ, കർത്താവ് നമ്മളെ നിറയ്ക്കാൻ വിശ്വസ്തനാണ്. നമ്മൾ ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ നമ്മൾ ആഗ്രഹിക്കാൻ തയ്യാറാണോ? ദൈവം നമ്മളെ നിറയ്ക്കും. അല്ലേ? ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ ചിന്തിക്കുകയാണ്, നവോമി പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ നിറഞ്ഞവളായിട്ടാ പോയത്. ഇപ്പോൾ ഞാൻ എങ്ങനെയാ വന്നേക്കുന്നേ? ഈ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഈ ഒന്ന് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. ഒഴിഞ്ഞവളായിട്ടാണ് വന്നേക്കുന്നത്. സ്വതന്ത്രം. ഓരോ പ്രാർത്ഥനകളിലും യോഗങ്ങളിലുമൊക്കെ നമ്മൾ നിറഞ്ഞാണ് പോകുന്നത്. അടുത്ത യോഗത്തിൽ കടന്നു വരുമ്പോൾ ആ നിറവ് നമ്മിൽ കാണാനിടയാകട്ടെ. നമ്മുടെ ആരാധന കാണുമ്പോൾ അതറിയാം. ആമേൻ. നമ്മുടെ സ്തോത്രം കേൾക്കുമ്പോൾ അതറിയാം. നമ്മുടെ പ്രാർത്ഥനാ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം. ആമേൻ. ഇത് നിറവിനകത്തു നിന്നാണോ വരുന്നത്? ഇത് നിറഞ്ഞ വ്യക്തിത്വമാണോ എന്നൊക്കെ വിവേചിക്കുന്നവർക്കറിയാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അവസരങ്ങൾ ആമേൻ ഒന്നും പാഴാക്കി കളയരുത്. എന്റെ ദൈവം പകരുന്നതൊന്നും നിറച്ചതൊന്നും ചോർന്നു പോകാനിടയാകാതെ അതൊക്കെ വ്യാപാരം ചെയ്യാൻ കഴിയുന്ന ദൈവജനത്തിനായി നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. നവോമിയുടെ ജീവിതത്തിന്റെ നിറവ് പോയത് എങ്ങനാ? ആമേൻ. ദൈവഹിതമില്ലാത്ത ചില തെരഞ്ഞെടുപ്പുകള്, ദൈവഹിതമില്ലാത്ത ചില വഴികള് ആമേൻ വ്യക്തിപരമായ ജീവിതത്തിൽ ചൂസ് ചെയ്തതുകൊണ്ട് ആമേൻ ചില നഷ്ടങ്ങളിലേക്ക് നവോമി കടന്നു പോകേണ്ടിയത് ആമേൻ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. സ്തോത്രം. അവൻ കടന്നുപോയ ദേശത്ത് തന്റെ മക്കൾ തനിക്ക് നഷ്ടപ്പെട്ടു. ആമേൻ. തന്റെ ഭർത്താവ് തനിക്ക് നഷ്ടപ്പെട്ടു. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായി നവോമി മടങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം നഷ്ടപ്പെട്ടാലും ശൂന്യതയ്ക്കകത്തു നിന്ന്
നമ്മെ പണിയാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. അവൻ ഈ യോഗത്തിന്റെ അകത്തിരിക്കുമ്പോഴും ദൈവമേ, ഇന്നലകളിൽ നിറഞ്ഞ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്നലകളിൽ പ്രവചിച്ച ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്നലകളിൽ പ്രയോജനപ്പെട്ട ഒരു അനുഭവം എന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ എവിടെയൊക്കെയോ ഞാൻ ചോർന്നുപോയി. അവൻ ദൈവഹിതമില്ലാത്ത ചില വഴികൾ, ദൈവഹിതമില്ലാത്ത ചില തീരുമാനങ്ങൾ എന്നെ ശൂന്യതയിലേക്ക് കൊണ്ടുപോയെന്ന അകങ്കരയെന്ന ആരെങ്കിലും ഇന്ന് രാത്രി ശബ്ദത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഒരിക്കൽ കൂടെ ശിംശോന്റെ മേൽ ദൈവശക്തിയെ പകർന്നതുപോലെ ഇന്ന് രാത്രി നമ്മെ നിറയ്ക്കാൻ കഴിയുന്ന, ഇന്ന് രാത്രി നമ്മുടെ ശൂന്യതകളെ പരിഹരിക്കാൻ കഴിയുന്ന നസറയന്റെ ശക്തിയുടെ വ്യാപാരം, ഒരാഗ്രഹം കർത്താവ് വരാനായി ദൈവമക്കളെ. ആമേൻ. നാം വാർത്താ മാധ്യമങ്ങളൊക്കെ തുറന്നാൽ അയൽവക്ക രാജ്യങ്ങളിലെല്ലാം യുദ്ധസ്തുതികളാണ്, നിലവിളികളാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ആമേൻ ലാഘവത്തോടെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ ആമേൻ ശൂന്യതകളെ പണിയാൻ, ആമേൻ ദൈവിക നിറവിന് വേണ്ടി ആഗ്രഹിപ്പാനിടയാകട്ടെ. ശൂന്യമായതിനെ നിറയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം, ഇല്ലേ? ആമേൻ. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വന്നു കയറിയ ദിനം ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയെന്നാണ്. ആമേൻ. എന്നാൽ പുറത്ത് കിടക്കുന്ന കൽഭരണിക്കകത്ത് യേശു കർത്താവ് പറഞ്ഞു വെള്ളം കോരി നിറയ്ക്കാൻ കർത്താവ് പറഞ്ഞു. ആമേൻ. നിറയ്ക്കാൻ പറഞ്ഞപ്പം അവരെന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞത് അനുസരിച്ചു. അനുസരിച്ചത് കൊണ്ട് ആ പാത്രങ്ങളിലെ നിറം എന്തായി മാറി? വീഞ്ഞാക്കി ദൈവം അതിനെ മാറ്റാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും പരിഗണിക്കപ്പെടാത്ത, ഒരിക്കലും ഒരു സാധ്യതകളുമില്ലാതെ ആമേ പുറത്ത് കിടന്നതിനെ ആമേ കർത്താവ് പരിഗണിപ്പാനിടയായെങ്കിൽ, അതിനകത്തു ദൈവം നിറവ് പകർന്ന ദൈവമാണെങ്കിൽ, ആ നിറവ് ഏറ്റവും ശ്രേഷ്ഠമേറിയതാക്കി എന്റെ ദൈവം മാറ്റിയ ദൈവമാണെങ്കിൽ, കുഞ്ഞേ നിന്റെ ചരിത്രത്തെ മാറ്റി എഴുതാ. എനിക്കാരുമില്ലെന്ന് പറയുന്ന, അവൻ ആർക്കും പരിഗണിക്കപ്പെടാൻ പറ്റാതെ കൊണ്ട് ഞാൻ തള്ളപ്പെട്ടെന്ന് പറയുന്ന എന്റെ ജീവിതത്തിന്റെ ഗതികേടുകളെ മാറ്റി എഴുതാൻ കഴിയുന്ന നസറയന്റെ സാന്നിധ്യം കർത്താവ് ഇന്ന് പകൽ ഈ കൂടാരത്തിനകത്ത് വന്നിട്ടുണ്ട്. പരിഗണിക്കപ്പെടാതെ കിടക്കുന്ന ചിലതിനെ പരിഗണിക്കേണ്ടതിന് വേണ്ടിയാ എന്റെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വന്നത്. അവൻ ഇനി ശൂന്യതയുടെ കഥ പറയാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്റെ ശൂന്യതകളെ നിറവാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയൂ. ഒന്ന് ഞാൻ പറയാ, എന്റെ ദൈവം നിന്നെ നിറച്ചാൽ അവൻ നീ ഇരുന്നിടത്ത് കിടന്നിടത്തിന് കിടക്കാൻ ഇടവരത്തില്ല. ഇതുവരെ നീ കയറാത്ത കലവറയ്ക്കകത്തേക്ക് നിന്നെ കയറ്റി കൊണ്ടുപോകാൻ എന്റെ ദൈവത്തിന് കഴിയൂ. അതിനൊരൊറ്റ മാനദണ്ഡമാണ്, തയ്യാറാക, നിറയപ്പെടാൻ ഏൽപ്പിക്കേ. നിറവ് വന്നാൽ ഇതുവരെ കയറാത്ത കലവറയ്ക്കകത്ത് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കാൻ രുചിച്ചു നോക്കുന്ന വിരുന്നുവാഴിക്ക് പറയാനുള്ളത്, ഇതുവരെ ഇതെവിടെ മറച്ചു വെച്ചെന്ന് ചോദിക്കത്തക്ക നിലകളിൽ ഇന്ന് നമ്മളൊക്കെ മറഞ്ഞു കിടക്കുക, അവ പുറത്ത് കിടക്കുക, പരിഗണിക്കപ്പെടാതെ കിടക്കുക. അവൻ യേശു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിന്റെ സമയമാണെന്ന് തിരിച്ചറിയാമോ? 2026 ആണ്ട് ഈ 2-ാം മാസം തീരാൻ പോകുമ്പോൾ എന്റെ തലമുറയുടെ സമയം വന്നെന്ന്, എന്റെ കുടുംബത്തിന്റെ സമയം വന്നെന്ന്, ഇനി പുറത്തല്ല അകത്തു നടക്കാൻ ഒരു നിറവിനെ സോദരം, നമ്മുടെ ശൂന്യതകളെ ദൈവം പരിഹരിക്കുകയാണ്. ദൈവം നമ്മളെ നിറയ്ക്കാൻ പോവുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു IPC ബദേൽ വർഷിപ്പ് സെന്ററിലെ എല്ലാ ദൈവമക്കളും നിറവ് വഹിക്കുന്നവരായി മാറട്ടെ. നമ്മളെ രുചിക്കുന്നവർ പറയട്ടെ, ആമേൻ, ഇത്രയും ശ്രേഷ്ഠമേറിയത് ഈ സഭയ്ക്കകത്തുണ്ടായിരുന്നു, ഇത് എവിടെ മറച്ചു വെച്ചു എന്ന് അത്ഭുതം കൂറുമാറ് ആമേൻ നമ്മെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. നിറവ് ദൈവം നമ്മിൽ ആഗ്രഹിക്കുകയാണ്. ആമേൻ, നാം നിറഞ്ഞു വരണമെന്നാണ് ആമേൻ ധന്യനായ പൗലോസ് ആമേൻ
എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ആമേൻ. വായിക്കാം മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 26-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, വായിച്ചോ. ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെയാകുന്നു. മണ്ണിലെറിഞ്ഞ വിത്ത്, ആമേൻ, അത് മുളച്ച് വളരുന്നത് പോലെയാണെന്ത് ദൈവരാജ്യം എന്ന് പറയുന്നത്. എറിയപ്പെട്ട വിത്ത് എറിഞ്ഞതുപോലെ കിടക്കയല്ല. ആമേൻ. ആ വിത്ത് ചില ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? മുളച്ച് അത് വളർന്ന് അത് ഞാറായി, പിന്നെന്താവും? കതിരായി, പിന്നെ കതിരിനകത്ത് നണികളുണ്ടായി. അതെവിടെ കയറും? കലവറയ്ക്കകത്ത്, കളപ്പുരയ്ക്കകത്ത് അത് കയറാനിടയായിത്തീരും. നോക്കിക്കേ, ആമേൻ. ദൈവരാജ്യമെന്ന വയലിനകത്ത് വിതയ്ക്കുന്ന വിത്തിന്റെ പ്രോസസ്സ് കണ്ടോ? ആമേൻ. അത് വെറും വിത്തായിട്ടിരിക്കയല്ല, അത് നിറഞ്ഞു വരികയാണ്. ഓരോ ദിവസം കഴിയും തോറും, ഓരോ മാസം കഴിയും തോറും അതിനകത്ത് പ്രോസസ്സിങ് നടന്ന് അത് നിറഞ്ഞു വരുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ദൈവസഭയ്ക്കകത്ത് ആമേൻ ദൈവം നിന്നെ നട്ടത്, ദേശത്തിനകത്ത് ദൈവം നിന്നെ നട്ടത് ആമേൻ എന്ന് ഒരുപോലെ ഇരിക്കാനല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, നിന്നെ വയലിനകത്ത് അവൻ ചില കട്ടകളെ പൊട്ടിച്ചുകൊണ്ട്, ചില പുറമ്പോടുകളെ പൊട്ടിച്ചുകൊണ്ട് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ചില ദൈവ പ്രവൃത്തിയുടെ ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറുന്ന ഒരു വലിയ ദൈവിക വിടുതൽ ഈ രാത്രി സംഭവിക്കുക. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓരോ ദിനവും മാറ്റങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. പുറത്ത് കിടക്കുന്ന കട്ട എത്ര കരുത്തുള്ളതാണെങ്കിലും അത് വിത്ത് ആമേൻ മുളച്ചു തുടങ്ങുമ്പോൾ അതിനെ ഭേദിച്ചു പുറത്തേക്ക് വരുന്നത് പോലെ ഞാൻ ഈ രാത്രി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഉയർന്നു വരാൻ കഴിയാതെ എവിടെയൊക്കെയോ അമർത്തപ്പെട്ടു പോയ ചിലതിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ച മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ പരിശുദ്ധാത്മാവാം ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരികയാ. എന്നും നീ അമർന്നു പോകത്തില്ല കുഞ്ഞ്, എന്നും നീ അമരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ വർഷം പുറത്തു വരിക. സ്വത്രം. ഈ വിത്ത് വിതയ്ക്കുന്നത് നാം അവന്റെ കൃഷിയാണെന്ന, ഇല്ലേ? ദൈവത്തിന്റെ കൃഷിയാണെന്ന. നമ്മളെ വിതച്ചേക്കുന്നത് ഇങ്ങനെ മറഞ്ഞു കിടക്കാനല്ല. എന്ത് ചെയ്യണം? പുറത്തു വരണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ അടി കിടന്നത് മുളച്ചു പുറത്തു വന്നിട്ട് ഇത് എന്തായി മാറി? ഇത് ഞാറായി മാറി, ഇല്ലേ? നമ്മള് ഈ വിതച്ച വയലിൽ ചെന്ന് നോക്കിയാൽ ഞാറിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അവർക്കൊരു കഥ പറയാറുണ്ട്. നിങ്ങൾ ഈ ചെളിക്കകത്ത് കട്ടക്കിടയിലൊക്കെ മറഞ്ഞു കിടന്ന വിത്തുകളാണ്, പക്ഷേ ഞങ്ങളുടെ അകത്ത് ജീവൻ ഞങ്ങൾ എന്ത് ചെയ്തു? ഞാനീ പറഞ്ഞത് നിറയണം എന്ന് പറഞ്ഞാൽ എന്നും ഒരുപോലെ ഇരിക്കുകയല്ല. ദൈവസഭയ്ക്കകത്ത് ജനിക്കപ്പെട്ടവൻ, ആത്മാവിൽ ജനിക്കപ്പെട്ടവന് ഒരു വളർച്ച ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഈ ഞാറ് വളർന്ന് അതെന്തായി മാറുകയാ? അത് കതിരായി മാറുന്ന പോലെ ആത്മനിയോഗത്തോടെ പറയാം, ദൈവം ചിലതിന്റെ സ്ഥിതിയെല്ലാം മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ വളർച്ച ദൈവം നിന്റെ കുടുംബത്തിൽ കൽപ്പിക്കുന്നു. ഒന്ന് സ്വത്രം പറഞ്ഞേറ്റെടുത്ത് നിന്റെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിനകത്ത് നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വളർച്ചയുടെ തലത്ത് എന്റെ ദൈവം തുറന്നു തരാൻ പോകുന്നെന്ന ആത്മാവ് ചിലതിനോട് ആലോചന പറയുകയാ. വളർച്ചയെ തടഞ്ഞ, വളർച്ചയെ മുരടിപ്പിച്ച ചില വെല്ലുവിളികൾ ഈ രാത്രി അറിയട്ടെ. സ്തോത്രം. ഇത് കതിര് പിന്നെ എന്തായി മാറും? ഇതിനകത്ത് നണി വരും. നണി വരുമ്പോൾ ഈ കതിര് എന്ത് ചെയ്യും? തന്നെ വളയും. അന്നേരം നമ്മൾ എന്താണ്ടൊക്കെ ആണെന്നുള്ളതെല്ലാം മാറി നമ്മൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും?
ഈ വിനയമുള്ളതിനെ കാണുമ്പോൾ ഓർത്തോണം, അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴാ വളയുന്നേ. ദൈവത്തിന് സ്തോത്രം. മറ്റത് വളയത്തില്ല. ഈ അകത്തില്ലാത്ത പുള്ളിയെ കാണുമ്പോൾ എങ്ങനെ നിൽക്കും? അത് തലയെടുത്ത് നിൽക്കും. സ്തോത്രം. ഞാൻ പറയാം, ഈ കതിരും പതിരും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? സ്തോത്രം. കണ്ടാലെല്ലാം എങ്ങനെ ഇരിക്കും? ഒരുപോലെ ഇരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിന് രണ്ടിനും വെള്ളം ഒഴിച്ചതാണ്, രണ്ടിനും വളമിട്ടതാണ്, രണ്ടിനും വേണ്ടിയ ക്രമീകരണങ്ങളെല്ലാം ചെയ്തതാ. സ്തോത്രം. പക്ഷേ ചിലത് വചനം കേട്ടിട്ട് എന്ത് ചെയ്തില്ല? ഏറ്റെടുത്തില്ല. ആരാധിക്കുന്നുണ്ട്, പക്ഷെ അകത്തുനിന്ന് എന്തില്ല? പിണങ്ങൊന്നും ചെയ്യില്ല. ഞാൻ പറയുന്നത് ഏറ്റെടുത്ത് സ്വത്രം പറഞ്ഞാൽ മതി. ആമേൻ. എന്റെ പ്രിയരെ, നമ്മുടെ ഒപ്പം രക്ഷിക്കപ്പെട്ട, നമ്മുടെ ഒപ്പം ദൈവത്തെ അറിഞ്ഞ് എത്രയോ ദൈവമക്കൾ ശക്തന്മാരായി പ്രയോജനപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു യോഗത്തിൽ ചെന്നിരിക്കുമ്പോൾ ആ യോഗസ്ഥലത്ത് ആമേൻ എൻ്റെ കൂടെ വിശ്വാസത്തിലേക്ക് വന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം വിശ്വാസത്തിൽ വന്നതാണ്. ആമേൻ. എനിക്ക് പ്രയോജനപ്പെടാൻ കഴിഞ്ഞില്ല, എനിക്ക് വേണ്ടിയ വണ്ണം പ്രാർത്ഥിച്ച് ഉത്സാഹപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനും ദൈവത്തിനൊക്കെ പഠിച്ചു, പക്ഷേ ഞാനിപ്പോൾ ഒരു ജോലി മേഖലയിലേക്ക് തിരിയേണ്ട സാഹചര്യം ഉണ്ടായി. സ്തോത്രം. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം. ഈ ആത്മീക വളർച്ച എന്ന് പറയുന്നത് ദൈവവചനം വായിക്കാൻ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഇതിനൊക്കെ നമ്മൾ മനസ്സ് വെക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? അങ്ങനെയല്ലേ സോണി പറഞ്ഞാൽ വളരത്തുള്ളൂ, അല്ലാതെ വളരുമോ? ഇല്ലെന്ന് ഞാൻ പറയാം. ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാ, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, വളരത്തില്ല. ആമേൻ. എനിക്ക് ഇന്നൊക്കെ സാമ്പത്തിക സെറ്റപ്പുകളുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞെ, ഇതുകൊണ്ടൊന്നും ആത്മീക വളർച്ച ഉണ്ടാകത്തില്ല. ആത്മീക വളർച്ച ഉണ്ടാകണമെങ്കിൽ ആമേ വെള്ളം ഒഴിക്കുന്ന വെള്ളമോ ഇടുന്ന വളവോ ആമേൻ നിനക്ക് വേണ്ടിയതൊക്കെ ഉയരത്തിന്ന് തരുമ്പോൾ അതൊക്കെ വലിച്ചെടുത്ത നീ കരുത്തനായി മാറുന്നെങ്കിൽ മാത്രമേ അവൻ നിന്റെ അകത്ത് കാര്യമായത് അവൻ വെളിപ്പെട്ടു വരുവാൻ ഇടയാകെയുള്ളെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാ, അവൻ നിന്നെ ഒന്നുമില്ലാതാക്കി കളയുന്ന ചില അലസതയുടെ അനുഭവങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ അഴിച്ചു കളഞ്ഞ് ഈ രാത്രി ജയമെടുക്ക. ഇനിയും സമയമുണ്ട്. ഒന്നുമില്ലാത്തതാക്കി നിന്റെ തലമുറയെ പാഴാക്കുന്ന, നിന്റെ കുടുംബത്തെ പാഴാക്കുന്ന, അവൻ ഒന്നുമില്ലാത്ത ഒരു പതിരാക്കി മാറ്റുന്ന അവൻ ചില വെല്ലുവിളികൾ ഈ രാത്രി ഹല്ലേലൂയ കരുത്തുള്ളതായി മാറാൻ വേണ്ടിയാ എൻ്റെ ദൈവം നമ്മളെ ആമേൻ തൻ്റെ കൃഷിയാക്കി നട്ടിരിക്കുന്നത്. ആമേൻ. അവിടെ വളരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വചനം ധ്യാനിക്കാൻ, ആത്മാവിൽ ആരാധിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, അവൻ്റെ നിറവിനോളം നാം നിറയപ്പെടാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. ആമേൻ. ഇല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം വേഗത്തിൽ വായിച്ചേ, അതിൻ്റെ 2-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മത്തായി എഴുതിയ സുവിശേഷം 3:12. അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും അതിൽ കെടാത്ത തീയിൽ ചുട്ടുകളയുകയും ചെയ്യും. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ഏതാ കെടാത്ത തീയിലിട്ട് ചൂടുന്നത്? കതിര്. കതിരാണ് എഴുതിയേക്കുന്നത്. പതിര്. സൗമ്യ വായിച്ച കതിരെന്നാ വായിച്ച സോദരം. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയരെ, നണിയെ എന്ത് ചെയ്യും? കളപ്പുരയിലേക്ക് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഈ പുറംപുറമ്പിക്കിടന്ന കൽപാത്രത്തിൽ എവിടെ കയറ്റി? കലവറയ്ക്കകത്തു കയറ്റിയതുപോലെ അകത്തു വല്ലോ ഉള്ളതിന് എവിടെ കയറ്റും? കളപ്പുരയ്ക്കകത്തു കയറ്റും. അവൻ ഇല്ലാത്തതിന് എന്നാ എന്നറിയാമോ? കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. സ്വതന്ത്രം. നമുക്ക് ദൈവം തന്ന ഈ ആയുസ് നമ്മൾ വിചാരിക്കും എങ്ങനേലും ഒക്കെ അങ്ങ് പോയാൽ മതി എന്ന്. അങ്ങനല്ല. എങ്ങനേലും പോയാൽ ഇതിന്റെ അവസാനം ഒരു പരാജയത്തിലാണ് ചെന്ന് ചേരുന്നത്. ആമേൻ. ഇതെങ്ങനേലും പോകാനുള്ളതല്ല.
ഇത് പ്രയോജനമുള്ളതായി മാറണമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, അവൻ നാം വെള്ളം വലിച്ചെടുത്ത അവൻ വചനത്തിൽ പോഷിപ്പിക്കപ്പെട്ട ആത്മാവിനെ ആരാധിച്ച അകത്തു നണിയുള്ളതായി മാറിയാൽ അവൻ നാം കളപ്പുരക്കകത്തു ചെന്ന് കയറുമതല്ല. അവൻ ഇതിനെയൊക്കെ അവൻ നിസ്സാരവൽക്കരിച്ച് നാം നമ്മുടെ വഴിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ യോഹന്നാൻ പറയുകയാണ്, അവൻ വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവന്റെ വീശുമുറം കൊണ്ട് വീശുമ്പോൾ അവൻ പതിരിന് ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതെല്ലാം പറന്നു പോകാനിടയാകും. എത്ര ശ്രമിച്ചാലും നിൽക്കാൻ പറ്റത്തില്ല, എല്ലാം പറന്നു പോകും കേട്ടോ. അവസാനം അത് തീക്കകത്ത് അവസാനിക്കാനിടയാകും. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, അവന്റെ എല്ലാം നിറവിനോളം നിറയാൻ ഞാറ് കതിരാകുന്നു, കതിര് മണിയാകുന്നു, മണി കളപ്പുരയിലേക്ക് കയറുന്നത് പോലെ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരു വലിയ വളർച്ച ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വായിച്ച കുറുവാക്യത്തിലേക്ക് ഒന്ന് ഓടി വന്ന കർത്താവിൻ്റെ ദാസന് സമയത്തെ കൈമാറുന്നു. എഫെസ്യ ലേഖനം 3:19 വായിച്ച് 3:14 തൊട്ട് വായിച്ച്. ഞാൻ സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യൻ, എല്ലാവരും ഒന്ന് പറഞ്ഞ്, ശക്തിയോടെ. അകത്തെ മനുഷ്യൻ ശക്തിയോടെ എന്ത് ചെയ്യണം? ബലപ്പെടണം. നമുക്കെല്ലാവർക്കും ടെൻഷൻ മുഴുവനും പുറത്തെ മനുഷ്യനെ കുറിച്ച് ഓർത്തിട്ടാണ്, അല്ലേ? ഈ പുള്ളി എങ്ങനെയും ഒന്ന് റെഡിയാക്കാനുള്ള അകാന്ത പരിശ്രമങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ എത്ര പരിശ്രമം നടത്തിയാലും അവസാനം ഈ പുള്ളി എന്ത് ചെയ്യും? നമ്മളെ കളഞ്ഞിട്ട് പോവും. സ്തോത്രം. ഇന്ന് പകലൊരു ശവോടക്കിന് പോയിട്ട് വരികയാണ്. അപ്പോൾ അവിടെ വന്ന എല്ലാവരും പറഞ്ഞ അനുശോചന വാക്കുകൾ ഒക്കെ കേട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു. മനുഷ്യൻ്റെ ആയുസ് 70, ഏറെ ആയാൽ 80 എന്നതി. 79ാമത്തെ വയസ്സിലായിരുന്നു അമ്മച്ചി മരിച്ചേ. അപ്പം ഈ അമ്മച്ചി 79 വയസ്സ് വരെ ജീവിച്ചു. അപ്പം മോന് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഈ ശരീരത്തിൽ താൻ ഒത്തിരി വേദനകൾ അനുഭവിച്ച് എങ്ങനെങ്കിലും ഈ ശരീരം ഒന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചത്രേ. നമ്മൾ എത്രയെല്ലാം ക്രമീകരണങ്ങൾ ഒരുക്കിയാലും ഈ പുറത്തെ ശരീരമുണ്ടല്ലോ, ഒരു സമയം കഴിയുമ്പം കേൾവി എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. കാഴ്ച എന്ത് ചെയ്യാൻ തുടങ്ങും? മങ്ങാൻ തുടങ്ങും. ദേഹബലം എന്ത് ചെയ്യാൻ തുടങ്ങും? ക്ഷയിക്കാൻ തുടങ്ങും. അപ്പം ഇതൊക്കെ അറിയാവുന്ന പൗലോസ് പറയുകയാണ്, പുറത്തെ മനുഷ്യനല്ല അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. ഈ അകം ബലപ്പെട്ടാൽ, അങ്ങനെയല്ലേ 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ എന്ത് ചെയ്യുക? ആമേൻ. ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിക്കുന്നെങ്കിലും ഞങ്ങളുടെ അകത്തുള്ളവൻ ഓരോ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഇല്ലേ? ഞാറ് കതിരായി കതിരും മണിയാകുന്ന പോലെ ആമേൻ, ഞങ്ങളുടെ അകത്തുള്ള മനുഷ്യർ ഓരോ ദിവസം കഴിയുമ്പോഴും കരുത്തനായി വരികയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 10 വർഷമായി 20 വർഷമായി നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മുടെ അകത്തെ മനുഷ്യന് വല്ല മാറ്റമുണ്ടോ? ഉണ്ടോ? നമ്മളെ കാണുന്നവരൊക്കെ പറയുന്ന ആൾ നന്നായിട്ടുണ്ട്, ആൾ ഉഷാറായിട്ടിരിക്കുന്നു, പഴയ പോലല്ല, കുറച്ചുകൂടെ പുഷ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പുറത്തെ മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ അകത്തെ മനുഷ്യനെ ഒന്ന് വിവേചിക്കാനൊരു മനസ്സ് നമുക്കുണ്ടാകണം. എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു വർധനമുണ്ടോ? എൻ്റെ ആത്മീയ ആരാധനയ്ക്കൊരു വർധനമുണ്ടോ? എൻ്റെ ദൈവവചന ധ്യാനത്തിനൊരു വർധനമുണ്ടോ? അവൻ ഇന്നലകളിൽ കരഞ്ഞതുപോലെ ദൈവസന്നിധി കരയാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അവൻ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ച നിർജീവത്വമായ അനുഭവത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ
പുറമെ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷീണിക്കുന്നെങ്കിലും പൗലോസിനോട് ചേർന്ന് പറയണോ, എന്റെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ ബലപ്പെട്ടു വരികയാ. ആവർത്തിച്ചു പറയുന്നു, ഇതിനെ എത്ര പോഷിപ്പിച്ചാലോ അവൻ ഒരു സമയം കഴിയുമ്പോൾ ശരീരം മണ്ണിൽ നിന്നെടുത്തതാണ്, ഇത് മണ്ണിലേക്ക് മറയപ്പെടേണ്ട ശരീരമാകട്ടോ. പക്ഷെ നിന്റെ അകത്തെ മനുഷ്യൻ കരുത്തനായി അവൻ നീ ചെന്നു ചേരേണ്ടുന്ന ഒരു നിത്യതയുണ്ടെന്ന കാര്യം ഇന്ന് രാത്രി മറന്നു പോകാനിടയാകരുത്. അതുകൊണ്ട് നിന്റെ അകത്തെ മനുഷ്യന് വേണ്ടി ഒരു കരുതല് ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ഇങ്ങനെ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തൻ അവസാന പദങ്ങളുടെ 19ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ താൻ പറയുകയാണ്, അവൻ യേശുവിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ അകത്തെ മനുഷ്യൻ കരുത്തരായി മാറേണ്ടതിന് അവൻ ഈ ദിവസങ്ങൾ നമ്മുടെ ആരാധനകൾ ബലപ്പെടട്ടെ, ദൈവവചന ധ്യാനം ബലപ്പെടട്ടെ. വചനധ്യാനമൊക്കെ നമ്മുടെ അകത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞേ സന്തോഷിപ്പിക്കുമെന്ന് എഴുതിയേക്കുന്നത്. 1-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ന്യായപ്രമാണം രാപ്പകൽ സന്തോഷിച്ച് ധ്യാനിച്ച് നിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആരാ? അവനാണ് ഭാഗ്യവാൻ. അവന്റെ അകത്താണ് സന്തോഷമുണ്ടാകുന്നത്. റോമാലേഖനത്തിൻ്റെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് 7-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. റോമാലേഖനം 7:22 ഒന്ന് വായിച്ചു. പൗലോസ് പറയാണ്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ. ഈ അകത്തെ മനുഷ്യന്റെ രസം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് അല്ലേ? വചനം ധ്യാനിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ എന്തുണ്ടാവും പറഞ്ഞേ? അവൻ രസിക്കും, സന്തോഷം ഉണ്ടാകും. ഈ പുറത്തെ പുള്ളിക്ക് സന്തോഷം ഉണ്ടാകാൻ എന്താ ഉള്ളത്? നല്ല ഭക്ഷണം കിട്ടിയാൽ, നല്ല കാഴ്ചകൾ കണ്ടാൽ ഒക്കെ പുറത്തെ പുള്ളിക്കൊന്നുണ്ടാവും. നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, നിങ്ങൾക്കത് രസമായിട്ട് തോന്നുന്നില്ല. എനിക്കൊന്ന് ഈ ന്യായപ്രമാണം എടുത്ത് ധ്യാനിക്കണം, നിങ്ങളുടെ അകത്തെ മനുഷ്യന് വലിയ സന്തോഷമുണ്ടാകും. 1-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഇത് രാവും പകലും എന്ത് ചെയ്യണം? ധ്യാനിക്കണം. മടങ്ങി വരട്ടെ. അപ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറയാൻ, ആമേൻ, നമ്മുടെ ആത്മിക ജീവിതം ഒരു വലിയ വ്യത്യസ്തതയിലേക്ക് മാറ്റപ്പെടുവാൻ, ആമേൻ, ദൈവവചനത്തിൽ സന്തോഷിക്കാൻ, അവന്റെ എല്ലാ നിറവിനോളം നിറയാൻ ദൈവങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം.